അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിലെ ആരിഫീങ്ങളിലെ ബഹുമാനപ്പെട്ട അൽ-ഇമാം അബുൽ ഹസനിൽ ദാവൂദി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ചരിത്രം പറയുമ്പോൾ മഹാന്മാർ പറയുന്നത് കാണാം. ബഹുമാനപ്പെട്ടവർ എല്ലാ സമയത്തും അവിടെ നിന്ന് ദിക്റിലായിരുന്നു. ഒരു സമയം പോലും അദ്ദേഹം വേസ്റ്റ് ചെയ്യില്ല. അദ്ദേഹം ആരോടും സംസാരിക്കില്ല. എല്ലാ സമയത്തും ദിക്ർ. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത തന്നെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ചുണ്ടെന്നും അനങ്ങിക്കൊണ്ടിരിക്കും, ചുണ്ടെന്നും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും ദിക്ർ ചൊല്ലുന്നവരാണ്. പക്ഷെ ബഹുമാനപ്പെട്ടവരെന്തേ ഒന്നും കൂടി ഇത്ര കൗതുകം എന്ന് ചോദിച്ചാൽ, അതേ മറ്റുള്ളവരെ പോലെയല്ല. മറ്റുള്ളവർ കുറച്ച് സമയമെങ്കിലും ദിക്റിൽ നിന്ന് വിട്ടു നിൽക്കുമല്ലോ, പക്ഷെ ഇയാൾ അങ്ങനെയില്ല. ഇതൊരു അത്ഭുതമാണ് അദ്ദേഹത്തിന് കണ്ട ആൾക്കാർക്കൊക്കെ. അദ്ദേഹം ഇങ്ങനെ ചുണ്ടണക്കിക്കൊണ്ടേയിരിക്കും. വേറെ വിഷയം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ. അങ്ങനെ ഒരു അത്ഭുതമാണ് ബഹുമാനപ്പെട്ടവർ. അങ്ങനെ ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ ദിക്ർ ചൊല്ലുന്നവരായിരുന്നു. എത്രത്തോളം ബഹുമാനപ്പെട്ടവർ ദിക്ർ ചൊല്ലിയിരുന്നു എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം ബഹുമാനപ്പെട്ടവരെ തൻ്റെ താടി ഒപ്പിക്കാൻ വേണ്ടി ഒരു ബാർബർ ഷോപ്പിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് ബാർബർ, അതായത് മുടി കളയുന്ന അദ്ദേഹം ബഹുമാനപ്പെട്ടവരുടെ താടിക്കും ഒപ്പിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ടവരുടെ മീശ ഒന്ന് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അവരുടെ മീശ വെട്ടാൻ വേണ്ടി അവിടെ ആ സ്ഥലത്തിലേക്ക് എത്തിയപ്പോൾ ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ ചുണ്ടണക്കിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷെ ചുണ്ടണക്കുന്ന സമയത്ത് മീശ വെട്ടാൻ കഴിയില്ലല്ലോ. അപ്പോഴാണ് അദ്ദേഹം ബാർബർ പറഞ്ഞു, അല്ല, നിങ്ങൾക്കൊരു അല്പസമയം ഞാൻ ഇപ്പോൾ ഇതിന് പൂർത്തിയാക്കി തരാം, ഒന്നും ഉണ്ടാതിരുന്നു കൂടെ, കുറച്ചൊന്ന് ഞാനിപ്പോൾ തന്നെ അതൊക്കെ ശരിയാക്കി തരാം. ദിക്ർ ചൊല്ലുന്ന സമയത്ത് പോലും താടി എങ്ങനെങ്കിലും ഒപ്പിച്ചു. പക്ഷെ മീശ ഏതായാലും നിങ്ങളിങ്ങനെ ചുണ്ടണക്കിയാൽ എനിക്ക് വേണ്ടതുപോലെ അവിടെ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു കുറച്ച് സമയം നിങ്ങൾ നിന്ന് തരുമോ എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ അദ്ദേഹത്തിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, കുൽ ലിസ്സമാനി ഹത്താ യസ്കുൻ. ഞാനിതിനെ നിർത്താം, പക്ഷെ ഞാൻ നിർത്തുമ്പോൾ ഇവിടെയുള്ള സമയം നിൽക്കണം, എന്നെങ്കിൽ ഓക്കെ ഞാൻ ദിക്ർ നിർത്താം. സുബ്ഹാനല്ലാഹ്, എന്തൊരു വാക്കാണ്! കാരണം ഞാനിപ്പോൾ നിർത്തിയാൽ സമയം നിൽക്കുകയല്ലോ, സമയം മുന്നോട്ട് പോകില്ലേ. അപ്പോൾ ഈ സമയത്ത് ഞാനിത് നിർത്തിയ സമയത്ത് അതെനിക്ക് വേസ്റ്റായി പോയില്ലേ? അത് റബ്ബിൻ്റെ അടുക്കൽ ഞാൻ എന്നോട് ചോദ്യം ചോദിക്കില്ല റബ്ബ്. അപ്പൊ സമയം ഏതായാലും അങ്ങോട്ട് പോകുമല്ലോ, എന്നെ കാത്ത് സമയം നിൽക്കൂലല്ലോ. എനിക്ക് സമയത്തിനോടൊപ്പം സമയം എത്ര സ്പീഡിൽ ഓടുന്നു അതേ സ്പീഡിൽ എനിക്കും ദിക്ർ ചൊല്ലി പോകണം. ഒരു സമയം പോലും എൻ്റെ കിതാബിൽ, എനിക്ക് റബ്ബ് നാളെ ആഖിറത്തിൽ നൽകുന്ന കിതാബിൽ ഒരു സമയം പോലും ദിക്ർ ചൊല്ലിട്ടില്ല എന്ന് എനിക്കവിടെ കാണാൻ പാടില്ല. എനിക്കിങ്ങനെ ദിക്ർ ചൊല്ലിയത് ആ ലിസ്റ്റിൽ എനിക്ക് കാണണം. ഞാനിപ്പോൾ നിർത്തണമെങ്കിൽ നിനക്ക് സമയത്തിന് നിർത്താൻ കഴിയുമോ എന്ന് ആ ബാർബറിനോട് ബഹുമാനപ്പെട്ടവർ ചോദിക്കാണ്. നോക്ക്, എന്തൊരു ഈമാനാണ്, എന്തൊരു ചിന്തയാണ്. അവരൊക്കെ എത്രമാത്രം റബ്ബിനെ കൽബിൽ ഉൾക്കൊണ്ട് ദിക്റൊക്കെ നമ്മളൊക്കെ എപ്പോഴാണ് ദിക്ർ ചൊല്ലുക? 100 തഹ്ലീൽ ചെല്ലാൻ, ഒരു 100 അൽഹംദുലില്ലാ ചെല്ലാൻ പോവട്ടെ. എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷം ഒരു 33 അൽഹംദുലില്ലാ പറയാൻ, ഒരു 33 സുബ്ഹാനല്ലാഹ് പറയാൻ, ഒരു 33 അൽഹംദുലില്ലാ പറയാൻ, ഒരു 33 അല്ലാഹു അക്ബർ പറയാൻ, അതിൻ്റെ ശേഷമുള്ള ഒരു 10 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നമ്മൾ എത്ര ശ്രദ്ധിച്ചിട്ടുണ്ട്, എത്ര ശരിയായിട്ട് നാം ചൊല്ലിയിട്ടുണ്ട്. മറ്റുള്ള ഇതുവരെയുള്ള ദിവസം പോട്ടെ, ഇന്നത്തെ ദിവസം നമ്മൾ എത്ര ചൊല്ലിയിട്ടുണ്ട്? ഇന്നത്തെ ദിവസം എത്ര നിസ്കാരത്തിൻ്റെ ശേഷം, അല്ലെങ്കിൽ ഇന്നലത്തെ ദിവസം നിസ്കാരത്തിൻ്റെ ശേഷം ഈ ദിക്ർ നാം എത്ര ശ്രദ്ധിച്ചിട്ടുണ്ട്? നമുക്കിതൊന്നും പ്രശ്നമല്ല, ഇതൊന്നും വിഷയമല്ല. നമ്മളിങ്ങനെ അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കുന്നു, ദിക്ർ ചൊല്ലുന്നു, ഖുർആൻ ഓതുന്നു എന്ന വിചാരണയാണ് നമ്മൾ വലിയ ദിക്ർകാരനാണെന്ന്. ഒരിക്കലുമല്ല. ഇവരുടെ മുമ്പിൽ നമ്മളൊന്നുമല്ല. ബോധം നമുക്കുണ്ടാകണം. നോക്ക്, അദ്ദേഹം എന്നും ദിക്റിലാണ്, എന്നും ബഹുമാനപ്പെട്ടവരുടെ ചുണ്ടിങ്ങനെ ചലിക്കുകയാണ്. ഒരു ബാർബറിന് പോലും അദ്ദേഹത്തിന് മീശ വെട്ടാൻ കഴിയില്ല ഇദ്ദേഹത്തിൻ്റെ ചുണ്ടടങ്ങുന്നതിൽ എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എത്രമാത്രം ഗൗരവമാണ്
അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിലെ ഇങ്ങനെയുള്ള മനുഷ്യന്മാർ, ഇങ്ങനെയുള്ള മഹാന്മാർ, ഇവരല്ലേ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ? ഇവരോടല്ലേ റബ്ബിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടാകുക? നമ്മളൊക്കെ എവിടെയാണ്? നമ്മളുടെ ഇബാദത്ത് എവിടെയാണ്? നമ്മുടെ ദിക്ർ എവിടെയാണ്? നമ്മുടെ ഖുർആനോത്തോട് എവിടെയാണ്? ഇതൊക്കെ നാം ചിന്തിക്കണം. ഇതൊക്കെ ചിന്തിച്ച് നമ്മളാൽ കഴിയുന്ന രീതിയിൽ റബ്ബിലേക്ക് തിരിഞ്ഞു പോകാൻ നോക്കണം, മനസ്സ് തിരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.